പറ്റി വിജയ്? എന്താ? വേണം സാറേ. ഓ, ഈ പ്രാണവായു എന്നൊക്കെ പറയുന്നത് ഇത്രയും വില പിടിച്ചു എന്നുള്ള കാര്യം ഞാൻ അവിടെ കിടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നാ വിലയാ സാറേ ഇതിനൊക്കെ? അല്ലെങ്കിലും ചുമ്മാ കിട്ടുമ്പോൾ നമുക്ക് വരുന്നൊരു വിലയില്ലല്ലോ. ആ, എന്നാത്തിനാ ഒരു ചായയുടെ വില എൻ്റെ അപ്പം തിരിച്ചറിഞ്ഞത് ഇവിടെ വെച്ചാ. അത് പിന്നെ ഇവിടം വിട്ട് പോവോളം എൻ്റെ അപ്പൻ ചായ എന്നുള്ളൊരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല. പാവം എൻ്റെ അപ്പൻ. അവര് വരുന്നുണ്ട്. അവരെന്നതാ പറഞ്ഞേ? ഈ റിസൾട്ട് കിട്ടാൻ ഇനി 2 മണിക്കൂർ കഴിയുമെന്നാ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇത് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. അപ്പോഴേ അറിയത്തുള്ളൂ എന്നതാ ഏതാന്നൊക്കെ. അപ്പൊ ഇനി നേരം കുറെ പിടിക്കും. മോന് വിശക്കുന്നുണ്ടാവും, ഒരു ചായ കുടിച്ചാലോ? ചായ ചായ കുടിക്കാം. ഇനിയിപ്പോൾ വലിയ ചിലവുള്ള ടെസ്റ്റുകളൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ചായ അവിടെ കിട്ടും. ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട്, ഒന്നിനും പുറത്തു പോണ്ട. അതെ, ഒരു സിമിത്തേരിയുടെ കുറവും കൂടി ഉണ്ട്. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടക്കത്തിനുള്ള കാശും കൂടി പിടിങ്ങേനെ. ഒരു ചായക്ക് 35 രൂപയെ മനുഷ്യന് മാത്രം. സാർ എന്താ വേണ്ടേ? ഒന്നും വേണ്ട മോളെ, ഇതിലെ പോയപ്പോ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. ഒരു ചായക്ക് രൂപ 35. നീയും ഞാനും ഒക്കെ അവരുടെ കൊള്ളയ്ക്ക് വേണ്ടി ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാതെ പല ടെസ്റ്റുകളും രോഗികളെ കൊണ്ട് ചെയ്യിക്കുന്നുമുണ്ട്. ഫാർമസിയുടെ ടേൺ ഓവർ കൂട്ടാൻ വില കൂടിയ മരുന്നുകൾ നൽകേണ്ടി വന്നിട്ടുമുണ്ട്. ഇത്രയൊക്കെ പോരെ അവർ നൽകിയ ശമ്പളത്തിന്റെ സേവനം? നിനക്കറിയാമല്ലോ ഈ ഹോസ്പിറ്റലിൽ എത്ര മരുന്ന് പരീക്ഷണങ്ങളാണ് നടക്കുന്നതെന്ന്. നീ നടത്തുന്ന സ്റ്റെം സെൽ എൻഹാൻസ്മെന്റ് ഉൾപ്പെടെ 100 കണക്കിന്. അതിൽ പലതും രോഗി അറിഞ്ഞോ സമ്മതം വാങ്ങിച്ചിട്ടോ അല്ല. അതുമൂലം ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റുകൾ ചികിത്സിക്കുന്ന പോലും ഇല്ല. ഈ ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ തെറ്റാണെന്നാണോ ഡോക്ടർ? ഫോർ എനി ഡെവലപ്മെന്റ് ടു ഹാവ് ഹാപ്പൻഡ് ഇൻ ദ മെഡിക്കൽ വേൾഡ് എ തോട്ട് വാസ് നീഡഡ്, എ റിബൽ തോട്ട്. നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം. സെമിത്തേരികളിൽ നിന്ന് ഡെഡ് ബോഡികൾ എടുത്തു വെച്ച് പരീക്ഷണങ്ങൾ നടത്തിയാണ് മെഡിക്കൽ സയൻസ് കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ മുന്നേറ്റം നടത്തിയത്. സർജറി എന്ന സാങ്കേതികത കണ്ടുപിടിക്കുന്നത് പോലും ആ വഴിക്കാണ്, അല്ലേ? വേണ്ടെന്നല്ല, ബട്ട് ട്രയൽ നടത്തുമ്പോ എത്തിക്കൽ പ്രോട്ടോകോൾ പാലിച്ചിരിക്കണം. നിന്റെ പരീക്ഷണത്തിന്റെ ഇരകളിൽ പലരും ഇപ്പൊ എവിടെയാ? എത്ര പേര് ജീവിച്ചിരിക്കുന്നു? എത്ര പേര് മരിച്ചു ജീവിക്കുന്നു? ഇയാളുടെ സേവനം ഇനി പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ തൽക്കാലം ഡോക്ടർ ജിജി തോമസ് മെഡിക്കെയർ വിട്ട് നമ്മുടെ ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ? സാറേ, അവന്മാരുടെ നോട്ടത്തിൽ സാറിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. ഓ പിന്നെ അവന്മാരല്ലല്ലോ കർത്താവല്ലയോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല സുബൻ, കുറച്ച് കുഴപ്പമാണ്. ഒട്ടും സമയം കളയാതെ ട്രീറ്റ്മെന്റ് തുടങ്ങണം. പ്രൈമറി ചെക്കപ്പിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഡോക്ടറെ, ചേട്ടായെ കുറച്ചു നേരം പുറത്തേക്ക് ഇരുത്തിയാലോ? എന്തിന്? ചേട്ടായി അറിയാതിരിക്കാനാണോ? ഈ അസുഖത്തിന്റെ സീരിയസ്നെസ് നമ്മളെക്കാൾ നന്നായിട്ട് സുബിൻ ഇതിനകം മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇതിന്റെ വേദനയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത് നമ്മളല്ലല്ലോ, ഇയാളല്ലേ. അതിന്റെ കാരണങ്ങൾ മാത്രമാണ് ഞാൻ വിശദീകരിക്കുന്നത്.
സുബിൻ, നമ്മുടെ മുഖത്തിന്റെ ഈ ഭാഗത്തുകൂടി ഒരു ഞരമ്പ് പോകുന്നുണ്ട്, ട്രൈജെമിനൽ നെർവ്. നമ്മുടെ മുഖത്തിന്റെ പേശികളുടെ ചലനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ഞരമ്പാണ്. ഈ ഞരമ്പിനടുത്തുകൂടി ഒരു രക്തക്കുഴൽ പോകുന്നുണ്ട്. ആ കുഴലിന്റെ സമ്മർദ്ദം ഈ നെർവിന് കുറച്ച് കേടുപാടുകൾ സംഭവിപ്പിച്ചിട്ടുണ്ട്. സുബിന് വരുന്ന വേദനയ്ക്ക് പ്രധാന കാരണം അതാണ്. ട്രൈജെമിനൽ ന്യൂറാൽജിയ എന്നീ അവസ്ഥയ്ക്ക് പറയും. എന്ന് മാത്രമല്ല, ഒരു ചെറിയ മുഴയും അവിടെ വളർന്നു തുടങ്ങിയിരിക്കുന്നു. A ട്യൂമറസ് ഗ്രോത്ത്. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ വൈകാതെ നടത്തണം. എന്ത് പറയുന്നു? ഏതാണ്ട് വലിയ അസുഖം എന്നുള്ള കാര്യമൊക്കെ എനിക്ക് അതിൽ സംശയമൊന്നുമില്ലായിരുന്നു സാറേ. പക്ഷേ ഈ ഓപ്പറേഷൻ എല്ലാം കൂടി എന്നാ ചിലവ് വരും സാറേ?